ശ്രീ ഉമേഷ് ബാബു, ഇവിടെ ഇതാ ഈ താങ്കൾ ആദ്യഘട്ടത്തിൽ ഒരു വിവേചനത്തിന്റെ കാര്യം സൂചിപ്പിക്കുമ്പോൾ ആ വിവേചനത്തിന് സ്വാഭാവികമായും ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വലിയ ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരം പ്രവണത തുടരുന്നത് CPI-ൽ ആണ് എന്നാണോ താങ്കൾ പറയുന്നത്? CPI-നകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വലിയ തോതിലുള്ള ഐക്യത്തിന്റെ യുക്തികൾ CPM വ്യാപകമായി ഉപയോഗിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല. സുധാകരനെതിരെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിടുമ്പോൾ മാത്രമല്ല, എത്രയോ ആളുകൾക്കെതിരായിട്ട് ഈ പറയുന്ന അസഹിഷ്ണുതയുടെയും ഒരു ഐക്യബോധത്തിന്റെയും നേരത്തെ ഈ ശ്രീ വസന്ത് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അതിനാളെ ഞാൻ കൊന്നുകളെ, അയാൾ വേറെ രാഷ്ട്രീയം പറയുന്നു, അയാളെ കൊന്നുകളെ എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാ? അത് ഈ പറയുന്ന രാഷ്ട്രീയമായ ഐക്യബോധത്തിന്റെ പരമാവധിയായ ആവിഷ്കാരമാണ്. കാരണം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ നിങ്ങളെ ഞാൻ അങ്ങ് അവസാനിപ്പിച്ച് കളയാം. അപ്പൊ CPM കഴിഞ്ഞ കുറെ കാലമായി, പ്രത്യേകിച്ചും ഞാൻ അതിനെ കാണുന്നത് ഈ പറയുന്ന ഒരു പക്ഷേ ഒരു 90-കൾക്ക് ശേഷം വളരെ മോശമായ നിലയിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-25-30 കൊല്ലമായിട്ട് ഈ ഒരു യുക്തി വലിയ തോതിൽ പ്രോത്സാഹിക്കപ്പെട്ടിട്ടുണ്ട് ആ പാർട്ടിക്കകത്ത്. അതിന്റെ ഉത്തരവാദികൾ മുഴുവൻ നേതാക്കന്മാരാണ്. ശ്രീ പിണറായി തൊട്ടുള്ള അതിന്റെ നേതാക്കന്മാർ അറിയാതെ ഈ പറയുന്ന പണിയൊന്നും നടന്നിട്ടില്ല ഈ പാർട്ടിക്കകത്ത്. ഇപ്പൊ ഞാൻ പറയാം, അതാണ് 2006-ലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവണമെന്ന് VS വന്നപ്പോ VSനെതിരായിട്ട് എത്ര ഹീനമായിട്ടാണ് CPM-ന്റെ തന്നെ നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അക്കാലത്തും ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചയിലുണ്ടായിരുന്നു. എനിക്കറിയാവുന്നതാണ്. ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. ഞാനാണ് പലപ്പോഴും അവരെ ഓർമ്മിച്ചത്, നിങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം 2006-ൽ VSനെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ ചാനലുകൾ, അന്ന് ഇന്ത്യ വിഷൻ, ഏഷ്യാനെറ്റോ ഉണ്ടായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. അന്ന് അതിന് പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിരുന്നു ഇതുപോലുള്ള സമയങ്ങളിൽ. കുറച്ചുകൂടി നേരം 9 മണിക്ക് മറ്റായിരുന്നു തോന്നുന്നത്. അപ്പോ അന്ന് CPM-ന്റെ പ്രതിനിധികൾ അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന VSനെതിരെ ഉപയോഗിച്ചിരുന്ന ഹീനമായ ഒരു തരത്തിലുള്ള ഹീനമായിട്ടുള്ള പ്രയോഗങ്ങളും മറ്റുമുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ഊമക്കത്തുകൾ, ഈ പറയുന്ന അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോ CPM-നകത്ത് ഞാനതാ പറയുന്നത്, ഇത് അടിസ്ഥാനപരമായി ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു കാരണവശാലും പിന്തുണക്കപ്പെടുക മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടുക പിന്നല്ലേ, പിന്തുണക്കപ്പെടാൻ പാടില്ലാത്ത, ഞാൻ വിചാരിക്കുന്നത് 2 ദിവസത്തിനകം CPM-ന്റെ സംസ്ഥാന അവര് ഈ പറയുന്ന നേതാവ്, എനിക്കറിയാം ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ അറിയാം, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ഇങ്ങനെ ഈ അണികളെ കൊണ്ട് ഈ ചെയ്യിക്കുന്ന ആളുകൾക്കെതിരായിട്ടൊരു നിലപാട് എടുക്കേണ്ടി വരും. കാരണം സുധാകരനാണ് മറ്റു പക്ഷത്ത്. കാരണം സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു അവിവേകം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ സുധാകരനെ ഇങ്ങനെ ആക്രമിക്കുന്ന വഴി തങ്ങൾക്ക് തന്നെയാണ്. അതാണ് ഈ പഴയകാലത്തെ ഈ മാജിക്കും ഒക്കെ മാജിഷ്യന്മാരുടെ ചില പണിയുണ്ടായിരുന്നു. അതെന്താ ചോദിച്ചു കഴിഞ്ഞാല്, വാഴ നിർത്തിയിട്ട്, ഒറ്റ കാര്യം പറഞ്ഞു നിൽക്കാം, വാഴ വെട്ടിയിട്ട് എതിരാളിയുടെ കയ്യിൽ വാഴത്തട കുത്തനെ നിർത്തിയിട്ട് കത്തി കൊടുത്തിട്ട് വാഴ വെട്ടാൻ പറയും. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വെട്ടുന്ന വാഴക്കായിരിക്കും, പക്ഷെ കൊള്ളുന്നത് തങ്ങളുടെ ശരീരത്തിലായിരിക്കും. അങ്ങനെ ഒരു വളരെ മാരകമായ ഇനം ഈ മാജിക് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് CPM-കാർ ചെയ്യുന്നത്. അവർക്ക് അടുത്ത ദിവസം തിരിച്ചറിയേണ്ടി വരും. വെട്ടുന്നത് സുധാകരനെയാണെങ്കിലും പരിക്ക് തങ്ങളുടെ ശരീരത്തിലാണല്ലോ ഏൽക്കുന്നത്, വേഗത്തിൽ തിരിച്ചറിയേണ്ടി വരും. കാരണം കാലം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരം യുക്തികളൊന്നും സ്വീകരിക്കാൻ CPM-ന് അണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇത്തരം പ്രവണതകളുമായിട്ട് മുന്നോട്ട് പോയാൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ വലിയ കുറവുണ്ടാകും എന്നൊരവസ്ഥ എത്രയും വേഗം CPM തിരിച്ചറിയുന്നത് ആ പാർട്ടിക്ക് ഗുണം ചെയ്തിരിക്കും. എന്തായാലും ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്.